നമ്മളിത് ഒഴിക്കുമ്പോൾ ഒരു ലിറ്റർ സ്ലറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളമെങ്കിലും നമ്മളിതിൽ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോവും. നല്ല ഈരമുള്ള ലിക്വിഡാണ്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നേ നമ്മളെ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ്, പഴം വേസ്റ്റ്, ഭക്ഷ്യവസ്തുക്കൾ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് വളമാക്കി മാറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഒരു ബക്കറ്റ്, 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അതുപോലെ ഒരു ടാപ്പ്, നമുക്ക് ഇതിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ടാപ്പാണ്. അതുപോലെ നമുക്ക് MCL, ഇത് ഇത്രയും സാധനങ്ങൾ നമുക്കിതിന് വേണ്ട കേട്ടോ. അത് നമ്മളിവിടെ ഒരു ഹോൾസ് തുളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതിന് വേണ്ടിയുള്ള ഹോൾസാണത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ MCL വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം നമ്മളൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാട്ടോ. ഇത് നമ്മളൊരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലാണിത്. ഇതിൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്തതാണ്. എന്നിട്ട് നമ്മളതിൻ്റെ മോൾ ഭാഗത്ത് ഒരു ടാപ്പ് ഫിറ്റ് ചെയ്തു. എന്നിട്ട് പാത്രം നമ്മൾ നേരെ തിരിച്ചിട്ട് തൂക്കിയിട്ടതാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ വളമേലുള്ള നീര് മുഴുവൻ നമ്മൾ ഈ അടിയിൽ ഈ പൈപ്പ് വഴി അടിയത്തെ ഈ പാത്രത്തേക്ക് വന്ന് ചേരും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയതാണ് കേട്ടോ. എല്ലാം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിലത്തൊന്ന് ഇട്ട് ഉണക്കി കഴിഞ്ഞാൽ നല്ലൊരു വളമേ കിട്ടും. ഇതിലെല്ലാം വേസ്റ്റുണ്ട്. നമ്മളെ മത്സ്യത്തിൻ്റെ വേസ്റ്റ്, മാംസം, മത്സ്യം എല്ലാം നമുക്കിതിൽ ഇടാം കേട്ടോ. നമ്മൾ നല്ല വളമയാണിത്, പച്ചക്കറിക്കിടാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള സ്ലറി, ഇത് നല്ലൊരു വളമയാണ് കേട്ടോ. ഈ സ്ലറി നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു 10 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടിയിൽ ഒഴിക്കാൻ. ഇതൊക്കെ അതിൻ്റെ സ്ലറിയാണ് കേട്ടോ. ഇതെല്ലാം സ്ലറികളാണ്. ഇന്നത്തെ നമ്മൾ വേസ്റ്റിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ്. ഇതിൽ നമ്മളിവിടെ വേസ്റ്റ് നിറച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയി വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലറി എടുത്തിട്ട് ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമ്മൾ നല്ല വീര്യല്ല വളമാണ്. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലിയറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുൻപ് നമ്മളെ ചകിരി, 2 ചകിരി എടുത്തിട്ട് ഇവിടെ നിന്ന് അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഈ ഭാഗം, ഈ ഹോൾസിൻ്റെ ഭാഗം നമ്മളിവിടെ അടച്ചു വെക്കണം. കാരണം ഇതിൽ നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇവിടെ ഈ ഹോൾസിലൂടെ മറ്റേ സ്ലറി വരുന്ന ഭാഗം അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ 2 ചകിരി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 2-3 ദിവസം പഴക്കമുള്ളതാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാരം വിതറി കൊടുക്കണം കേട്ടോ. ചീമക്കൊന്നേൻ്റെ ഇലയൊക്കെ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. നല്ല വളം തന്നെ ചീമക്കൊന്നേൻ്റെ ഇല.